തേക്കിൻകാടും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്നു ആരവം നിറയ്ക്കുന്ന തേക്കിൻകാട് കാർണിവൽ 2021 നവംബർ 2 ദുബായ് എറ്റിസലാറ്റ് അക്കാദമിയിൽ. ദൈവമേ കൺതുറക്കൂ എങ്ങോ നീ എൻ പിതാവേന്ന് ഇപ്പൊ സാറ് പറഞ്ഞ ആ ഒരു വരി വല്ലാത്ത ഒരു ഫീലായിട്ട് പാടി. എന്താണ്? എന്തെങ്കിലും ഒരു വിഷാദ ഭാവം കാണുന്നു, എന്താണ്? അതെന്താന്ന് വെച്ചാ അല്ല നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം എന്തൊരു ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് പപ്പയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പപ്പ തന്നെ നിന്ന് വളർത്തിയ പോലെയാ. അപ്പൊ അങ്ങനെ പൊത്തി വളർത്തിയ പോലെയാ ഞങ്ങള് പെൺകുട്ടികളായതുകൊണ്ട്. അപ്പൊ പപ്പയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന പപ്പേന്റെ ആൺകുട്ടിയാണ് ഞാൻ. പക്ഷെ പപ്പ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഒരിക്കലും എനിക്ക് പെർഫോം ചെയ്യാനോ എന്നെ ടിവിയിൽ കാണാനോ ഒന്നും പപ്പയ്ക്ക് ഇതുവരെ പറ്റിയില്ല. അപ്പൊ അത് ഭയങ്കര വിഷമമായിരുന്നു. പപ്പയ്ക്ക് ഒരു ഉഗ്ര സമ്മാനമായി. സത്യമായിട്ട് എന്റെ പപ്പ ഒരുപാട് സന്തോഷിക്കുന്നത് കേൾക്കാം. പപ്പയ്ക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ പപ്പയ്ക്ക് ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പപ്പേന്റെ വയറ്റിന്റെ സൈഡിലൊരു മുഴ വരുന്നുണ്ട്. പക്ഷെ പപ്പ അത് ശ്രദ്ധിക്കാതെ വിട്ട് ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാ അത്. അപ്പൊ പപ്പയ്ക്ക് വരാൻ പറ്റില്ല. പപ്പ എന്നെ ഇവിടെ കാണണമെന്ന് ആഗ്രഹിച്ചത്. പപ്പയ്ക്ക് മോള് ഈ സ്റ്റേജിൽ നിന്ന് കാണണം എന്ന് പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടം. നേരിട്ട് കാണണം. ഇങ്ങനെ എപ്പോഴും ഇതുപോലെ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും. അപ്പൊ എല്ലാരും പറയും, നമ്മളൊക്കെ പെൺകുട്ടികളാണല്ലോ, അപ്പൊ എല്ലാരും അച്ഛന്റെ കാര്യങ്ങളെ പറയുന്ന എല്ലാരും. അച്ഛൻ കൊള്ളുന്ന വെയിലിന്റെ കണക്ക് പക്ഷെ പൊതുവെ കണക്കിൽ വരാറില്ല. എന്റെ പപ്പ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങൾ 2 പെൺകുട്ടികളാ. അപ്പൊ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് പപ്പേന്റെ ആഗ്രഹങ്ങള്, പപ്പ പുറത്തുനിന്ന് ഒരു ചായ പോലും വാങ്ങിച്ചു കുടിക്കൂല. എന്റെ കുഞ്ഞുങ്ങള് അത് കുടിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെന്തായിരിക്കും അറിയില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാത്ത ഒരാളാ. പപ്പയ്ക്ക് നമ്മള് ജനിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ അവരുടെ വൈഫാവുന്നത്. അപ്പൊ വൈഫായത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിന് ഏറ്റവും ബേസുള്ള കാരണം എന്റെ പാരന്റ്സ് ആണ്. അപ്പൊ പിന്നെ പെൺകുട്ടികളെ കെട്ടിച്ചു വിടുമ്പോ എല്ലാരും പറയും അവിടെയുള്ള അച്ഛനും അമ്മേനെ നല്ലോണം നോക്കണം. തിരിച്ചാരും മരുമക്കളോട് പറയില്ല നമ്മുടെ കെട്ടിക്കൊണ്ടെന്ന വീട്ടിലുള്ളവരെ നല്ലോണം നോക്കണം. നോക്കുന്നില്ല എന്നല്ല കേട്ടോ, പക്ഷെ അങ്ങനെ ഒരു കണ്ണു വച്ച വെണ്ണക്കൂടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ, മിന്നാം മിന്നിപ്പൊട്ടും തൊട്ട് കണ്ണാൻ തുമ്പി കണ്ണും നട്ട്. അച്ഛന് ലൈവായിട്ട് പെർഫോമൻസ് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമല്ലായിരുന്നേ? അച്ഛൻ നേരിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? പപ്പയ്ക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇവിടെ വരെ എത്തിയത്. എനിക്കിതേ കൂടുതൽ പപ്പയ്ക്കോട് ചെയ്യാറില്ല. ചെറുതാമ്പഴൊക്കെ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും പറയില്ല. എന്ത് സാധനം വേണമെന്ന് പറഞ്ഞാല് അത് തരില്ല, അല്ലെങ്കിൽ അത് അത്രയൊന്നും എന്നെ കൊണ്ട് പറ്റില്ല പറഞ്ഞിട്ടില്ല. അത് പപ്പ ചെയ്തു തരാം കേട്ടോ എന്ന് പറയും. പിന്നെ നമ്മളേക്കിത് പറഞ്ഞിട്ടൊന്നും വാങ്ങി തന്നില്ലല്ലോ, കുറച്ചും കൂടെ ആവട്ടെ. പക്ഷെ അത് നടത്തി തന്നിട്ടേ ഉള്ളൂ എല്ലാം. എനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പപ്പേനെ ഇവിടെ കാണാൻ പറ്റിയതില്. പപ്പേന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ടൊന്നും ഇല്ലാണ്ടായി പോയ ഒരാളാ. ഇന്നിപ്പോ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ടും ഒന്നും ഇല്ലാതായി പോയല്ലോ എന്ന് സങ്കടത്തില്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഇപ്പൊ മുന്നോട്ട്. അതെങ്ങനെ ഒന്നുമില്ലാതായി? കടപ്പാടല്ലേ ഞാൻ നിർവഹിച്ചത്. അതിന്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് എനിക്ക് എന്റെ മക്കളെ കിട്ടിയില്ല. അതെ, അതാണ്. എല്ലാത്തിനും കാരണഭൂതനായ തമ്പുരാൻ ഇങ്ങനത്തെ ഒരു മകളെ എനിക്ക് തന്നില്ലേ, അതിന് വലിയൊരു അനുഗ്രഹമല്ലേ. എന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്റെ മക്കളും എന്റെ കുടുംബമാണ്. ഈ പാട്ട് പപ്പേന്റെ വലിയ ഇഷ്ടപ്പെട്ട പാട്ടാണ്. എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്കത് ഭയങ്കരമായിട്ട് സങ്കടം വരിക. എന്നാലും എനിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട് യാത്രയ്ക്കൊക്കെ. എന്നാലും ഞാൻ എന്റെ മോൾക്ക് വേണ്ടി ഞാനിവിടെ വന്നതാണ്. തിരയാ താളമില്ല നിന്നെ ചായുറക്കാൻ
മതിയാം രാഗമില്ല. അച്ഛനിപ്പോ എവിടുന്നാ വരണേ? തിരൂരാണ് എന്റെ സ്ഥലം. തിരൂരിന്ന് വരെയാണോ? മലപ്പുറം ജില്ല തിരൂർ. തുഞ്ചൻ അറിയാലോ, തുഞ്ചൻ മഠത്തിന്റെ അടുത്തുനിന്നാ വരുന്നത്. ഹർഷിത എങ്ങനെയുണ്ടായിരുന്നു? ഇതെനിക്ക് ഭയങ്കര സന്തോഷമായി. വലിയ ഹസ്ബൻഡിനും കൂടെ ഒന്ന് വിളിച്ചു നിർത്തേ. എന്റെ മോനാണ്, മകനല്ല മകനാണ് ഇവൻ. അത്ര ഇഷ്ടാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയണേ, ഹൃദയം നിറഞ്ഞ് സംസാരിക്കാനേ അതെ പറ്റില്ല. ഒന്നുമില്ല, വാക്കുകളില്ല. അതെ. നോ വേർഡ്സ്. കംപ്ലീറ്റ്ലി ഡാഡീസ് ഡോട്ടറാണ് ഞാൻ. ഇതൊക്കെ എല്ലാവരും കാണട്ടെ, ലോകം മുഴുവൻ കാണട്ടെ. അതെ. സ്നേഹം എന്താണെന്ന് ഈ മ്യൂസിക്കൽ വൈഫ് എന്നുള്ള ഈ പ്രോഗ്രാമിലൂടെ നമ്മള് സംഗീതം മാത്രമല്ല, സ്നേഹം ആ എല്ലാം ബന്ധം അല്ലേ? അതെ, അതും കൂടെ നമ്മൾ മറ്റുള്ളവരെ എല്ലാം ലോകരെ എല്ലാം മനസ്സിലാക്കി കൊടുക്കുകയാണ്. മനസ്സ് വല്ലാതെ ഒരു കുളിർമ അത് കാണുമ്പോൾ. സത്യം സത്യം. അച്ഛൻ ഇവിടെ വന്നത് അറിയിച്ചിട്ടില്ല. എങ്ങനെയാണ് അപ്പൊ ഇന്ന് ഫോണൊക്കെ വിളിച്ചായിരുന്നോ? ഞാൻ പോരുമ്പോ എന്റെ ഫോണിനകത്ത് എനിക്ക് വരാൻ ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എന്നാലും ഞാൻ എന്നെ കൊണ്ടാവുന്ന രൂപത്തിൽ എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. മകളെ ഇന്നലെ ഞാൻ വിളിച്ചപ്പോ വേദിയിലൊന്ന് കാണണമെന്ന്. കുറച്ച് സമയം ആയിട്ടുള്ളൂ. അപ്പോഴേക്കും പപ്പ ഉറങ്ങിന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മമ്മീന്റെ അടുത്തും അനിയത്തിന്റെ അടുത്തൊക്കെ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ പപ്പ ഉറങ്ങി. അപ്പൊ എനിക്ക് അയ്യോ, ഞാൻ ഒന്ന് പറയാൻ പോലും, നേരിട്ട് ഞാൻ പറഞ്ഞു പോലും ഇല്ല രാവിലെ പോകുന്നുള്ള. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഫോൺ ചാർജും കഴിഞ്ഞ് എനിക്ക് ഒട്ടും വിളിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ പപ്പ അറിയണം, പപ്പ എനിക്ക് വേണ്ടി ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സന്തോഷം അതെനിക്ക് കിട്ടിയില്ല. അപ്പൊ അത് സങ്കടം വരാനും പറ്റിയില്ല. എന്ത് ചെയ്യും ഞാൻ? അതാ എൻ പിതാവ് നീ എവിടെയാന്ന് ഞാൻ അതാ ചോദിച്ചത്. അപ്പോഴേക്കും എനിക്ക് കൊണ്ടുതന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട് ഫ്ലവേഴ്സ് ചാനലിനോടും മ്യൂസിക്കൽ വൈഫിനോടും ഇതിന്റെ എല്ലാ ക്രൂവിനോടും. എന്റെ അടുത്ത് ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് ഭയങ്കര സന്തോഷമായി. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും മുഴുവൻ പാട്ട് അച്ഛൻ അപ്പുറത്ത് നിന്ന് മുഴുവൻ കണ്ടു കേട്ടു അല്ലേ? അച്ഛൻ ഇഷ്ടായോ? ഇഷ്ടായി, സന്തോഷായി. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാം, എന്റെ വീട്ടിൽ പോയിട്ട് പറയും അവിടെ അങ്ങനെ എല്ലാവരും അതാണ് അതാണ് അച്ഛൻ. അതെ, അച്ഛന്മാർക്ക് ഇത് സ്ഥിരമുള്ള. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയില്ല, മാറി നിർത്തിയിട്ട് എന്റെ അടുത്ത് പറയും മോനെ അവിടെ. ആരുടെയും മുമ്പിൽ വെച്ച് പറയില്ല. അതാണ് അവരുടെ സ്നേഹം. അത് അച്ഛൻ മകൾ ബന്ധത്തിന്റെ ഏറ്റവും വലിയ പോരായ്മകൾ പരസ്യപ്പെടുത്തുക എന്നുള്ളതല്ല, അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതല്ലേ. മ്യൂസിക്കൽ വൈഫില് ഇതൊരു വൈബാണ്. ഇതൊരു വൈബല്ലേ? അപ്പൊ ഇമോട്ടീവ് റൗണ്ട് എന്ന് പറയുന്നതിൽ ഇതിൽ കൂടുതൽ ഇമോഷണൽ ആവാൻ പറ്റില്ല എന്ന് മനസ്സിലായില്ലേ? ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇമോഷൻസ്.